നമസ്തേ. ഇന്ന് നമ്മൾ ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കേ. ടൈം ആൻഡ് വർക്കിലെ 8ാമത്തെ പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മോഡൽ സി ആണ് കണ്ടുകൊണ്ടിരുന്നത്. അതിലെ ഒരു 3 കണക്കുകൾ കൂടി ഇന്ന് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോഡൽ സി വേറൊരു പാറ്റേൺ കണക്കുമായിട്ട് നമുക്ക് കാണാം. അതിന് മുന്നായിട്ട് നമുക്ക് കണക്കുകളിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിൽ, അതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടുതൽ മത്സരാർത്ഥികളിലേക്ക് ഈ വീഡിയോ എത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് മാത്രമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. നമുക്ക് നേരെ കണക്കിലേക്ക് കടക്കാം. ഇവിടെ കണക്ക് ബോർഡിലേക്ക് നോക്കിക്കാൻ, ഇത് 27ാമത്തെ കണക്കാണ്. എന്താണ്? എ സ്റ്റാർട്ടഡ് ദ വർക്ക് ആൻഡ് ലെഫ്റ്റ് ആഫ്റ്റർ 9 days. Now B finishes the remaining work in 24 days. Had A left the work after working for 13 days, B would have finished the remaining work in 18 days. Then, in how many days both A and B together can complete the work? ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. 12 ദിവസം, 15 ദിവസം, 16 ദിവസം, 18 ദിവസം. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ കണക്കുകളിലൊക്കെ കണ്ടത് 2 പേര് ജോലി തുടങ്ങി ഒരാൾ പോവാണ്. ഇവിടെ അങ്ങനെയല്ല. ഒരു ജോലി എ തുടങ്ങി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി. പിന്നെ ബാക്കിയുള്ള ജോലി ബി വന്നു, ബാക്കിയുള്ള ജോലി മൊത്തം ബി ചെയ്തു തീർത്തു. എ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ബി ബാക്കിയുള്ള ജോലി ചെയ്തു തീർക്കാനായിട്ട് എത്ര ദിവസം എടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണക്കിലേക്ക് നേരെ കടക്കാം. എന്താണ് പറയുന്നത്? എ എന്ന് പറഞ്ഞ് 9 ദിവസം ജോലി ചെയ്തു. അപ്പോൾ A × 9 പ്ലസ്, എന്നിട്ട് എ പോയി. ബാക്കിയുള്ള വർക്ക് അല്ലെങ്കിൽ റിമൈനിങ് വർക്ക് ബി 24 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. ഇതാണ് സംഭവിച്ചത്. എന്നാൽ അതിൽ നിന്ന് വേറൊരു ഇക്വേഷൻ അല്ലെങ്കിൽ വേറൊരു പ്രോബബിലിറ്റി പറയാണ്. എന്തെന്ന്? ഈ 9 ദിവസം ജോലി ചെയ്തിട്ട് എ പോയതിന് പകരം എ 13 ദിവസം കഴിഞ്ഞിട്ടാണ് പോയിരുന്നെങ്കിൽ, എ 13 ദിവസം ജോലി ചെയ്തിട്ടാണ് പോയിരുന്നെങ്കിൽ ബി എത്ര ദിവസമാണ്? ബി ബാക്കിയുള്ളത് 18 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമായിരുന്നു. ക്ലിയർ അല്ലേ? എ 9 ദിവസം ജോലി ചെയ്തു, എന്നാൽ ഇവിടെ ചെയ്യുന്ന എ 13 ദിവസമാണ് ജോലി ചെയ്തിരുന്നുവെങ്കിൽ, അപ്പോൾ ബി 24 ദിവസം എടുത്ത് അത്രയും വേണ്ട. കാരണം എ കൂടുതൽ ജോലി ചെയ്തു. 9 ദിവസത്തിന് പകരം എ 13 ദിവസം ജോലി ചെയ്തു. എന്നാൽ ബി 18 ദിവസം കൊണ്ട് ജോലി ചെയ്താൽ, ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എയും ബിയും കൂടി എ പ്ലസ് ബി എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കും എന്നാണ് ചോദ്യം. നമുക്കിവിടെ നോക്കിക്കേ. ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട്. ഇത് ഒരു ജോലി, അതേ ജോലി തന്നെയാണ് ഇത്. ഇവിടെയും എ, ഇവിടെയും എ, അതുമാതിരി ബാക്കിയുള്ള വർക്ക് ബി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇത് രണ്ടും സമമാണ്. നമ്മൾ നോക്കിക്കേ. എ 9 ഉണ്ട്, ഇവിടെ എ 13 ഉണ്ട്. അപ്പം എത്ര എ ഉണ്ട്? അപ്പോൾ 13 എയിൽ നിന്ന് 9 എ പോയാൽ 4 എ. 4 എ സമം ഇവിടെയോ ബി. എന്താണ്? ബി ആണിത്. ബി 24 ബിയും 18 ബിയും. അപ്പം എത്ര വരിക? 18ഉം 6ഉം 24. 4 എ സമം 6 ബി എന്ന് കിട്ടും. 4 എ സമം 6 ബി. അപ്പോൾ എ ബൈ ബി എത്രയാ? എ ബൈ ബി ഈസ് ഈക്വൽ ടു 6/4. ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ 3/2 അല്ലേ? അപ്പോൾ എയുടെ എഫിഷ്യൻസി എത്രയാ? 3. എയുടെ എഫിഷ്യൻസി 3, ബിയുടെ എഫിഷ്യൻസി 2 എന്ന് കിട്ടും. ഇനി
ഈ ഇക്വേഷനിൽ ഈ വില അങ്ങോട്ട് കൊടുക്കുക. എ എഫിഷ്യൻസി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വൺ ഡേ വർക്ക്. എ ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്യും, ബി ഒരു ദിവസം 2 യൂണിറ്റ് വർക്കേ ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ ബിക്ക് എഫിഷ്യൻസി കുറവാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 3 × 9 എന്ന് എഴുതിക്കൂടെ? എ എന്ന് പറഞ്ഞാൽ 3, എയുടെ എഫിഷ്യൻസി 3. അപ്പോൾ ഒരു ദിവസം 3 യൂണിറ്റ്, അങ്ങനെ 9 ദിവസം 27 യൂണിറ്റ് പ്ലസ് ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി, കാരണം 2 ഇക്വേഷൻ സമാണെന്ന് പറഞ്ഞു. അപ്പോൾ 3 × 9 പ്ലസ് ഇവിടെ എത്രയാ? ബി 2 അല്ലേ, 2 × 24 അല്ലേ. അപ്പോൾ 3 9 27 പ്ലസ് 48. അപ്പോൾ എത്രയാ വരിക? 8 7 15, ബാക്കി 1 5 2 7 75 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ വർക്ക്, ഇതാണ് വർക്ക്. അപ്പോൾ 75 യൂണിറ്റ് വർക്ക് ഉണ്ട്. ഓക്കെ, ഇത് ചോദ്യം എന്താണ്? എന്നാൽ എയും ബിയും ഒരുമിച്ച് ഈ ജോലി ചെയ്താൽ, ഇവിടെ നമ്മൾ എന്താ കണ്ടത്? എ ഒരു ജോലി തുടങ്ങി, 9 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി, ബാക്കിയുള്ളവർക്ക് ബി മാത്രം വന്നു, എന്നിട്ട് ബി 24 ദിവസം എടുത്തിട്ട് ആ ജോലി ചെയ്ത് തീർത്തു. എന്നാൽ വീണ്ടും ഒരു പ്രോബബിലിറ്റി പറയാണ്, എ ഈ ജോലി 9 ദിവസം കഴിഞ്ഞ് പോയതിന് പകരം എ 13 ദിവസം ജോലി ചെയ്തിട്ടാണ് പോയിരുന്നെങ്കിൽ ബാക്കി ബി 18 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർത്തേനെ. അപ്പോൾ ഈ 2 ഇക്വേഷൻ സമാണ്. അങ്ങനെ നമ്മൾ എ ടു ബി അതിൻ്റെ റേഷ്യോ കാണാണ്, അതായത് എഫിഷ്യൻസി റേഷ്യോ കണ്ടു. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ കൊടുത്താലും ടോട്ടൽ വർക്ക് ഇത് തന്നെയാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ വർക്ക് എന്താണ്? എ ഒരു ദിവസം 3 യൂണിറ്റ് വീതം, അപ്പോൾ 9 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്തു? 9 × 3 27 യൂണിറ്റ് വർക്ക് ചെയ്തു. ബി ഒരു ദിവസം 2 യൂണിറ്റേ ചെയ്യത്തുള്ളൂ, അപ്പോൾ 24 ദിവസം കൊണ്ട് 48 യൂണിറ്റ് വർക്ക് ചെയ്തു. അപ്പോൾ 27 + 48 75 യൂണിറ്റ് വർക്കാണ് മൊത്തം ഉള്ളത്. ഇനി ഇവർ എ പ്ലസ് ബി ചെയ്യുകയാണെങ്കിൽ, എ പ്ലസ് ബി ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി 3, ബിയുടെ എഫിഷ്യൻസി 2. അപ്പോൾ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്രയാ? 5. അപ്പോൾ 15 ദിവസം കൊണ്ട് ഇത് ചെയ്തു തീർക്കും എന്നാണ് നമുക്ക് ഉത്തരം കിട്ടും. നമുക്കപ്പോൾ ഇത് നല്ലോണം മനസ്സിലാക്കുക. ഇത് പല തരത്തിൽ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ബാങ്ക് പിയോന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് വേറൊരു വെറൈറ്റി ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലും ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മോഡലുകൾ ചെയ്ത് പഠിച്ച് അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. ആ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എക്സാമിനേഷന് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് അടുത്തത് 28ാമത്തെ കണക്ക് നോക്കാം. എന്താണ് 28ാമത്തെ കണക്ക്? ഇവിടെ എ ക്യാൻ ഡു എ വർക്ക് ഇൻ 16 days, ബി ക്യാൻ ഡു ഇറ്റ്, അതേ വർക്ക് ബി 36 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. സി ക്യാൻ ഡു ഇറ്റ് ഇൻ 48 days. അങ്ങനെ എ ബി ആൻഡ് സി ഈ 3 പേരും കൂടി ദേ സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ ആഫ്റ്റർ 4 days. അപ്പോൾ നമ്മൾ എ ഒരു ജോലി 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും, ബി അതേ ജോലി 36 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും, സി അതേ ജോലി 48 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുക. എന്നാൽ എയും ബിയും സിയും കൂടി ചേർന്ന് ജോലി തുടങ്ങി വെച്ചു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ 3 പേരുണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി, പിന്നെ ഇപ്പോൾ ബിയും സിയും കൂടി ജോലി തുടർന്നു. അവിടെ നിന്ന് 5 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എന്താണ്? ആഫ്റ്റർ വർക്കിംഗ് 4 days എ ലെഫ്റ്റ്, and then after 5 days B also left. Then in how many days C complete the remaining work? നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ നോക്കൂ, A does a work in 16 days. അതേ ജോലി ബി 36 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് അല്ലേ? അതേ ജോലി സി 48 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ആർക്കാണ്? എക്കാണ്. എ 16 ദിവസം കൊണ്ട് ജോലി ചെയ്തു തീർക്കുമ്പോൾ ബി 36 ദിവസം എടുക്കും. ഏറ്റവും എഫിഷ്യൻസി കുറവ് ആർക്കാണ്? 48 ദിവസം എടുക്കുന്ന സിക്കാണ്. അതിന് രണ്ടിൻ്റെ ഇടയിലുള്ള എഫിഷ്യൻസിയാണ് ബിക്ക്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ടോട്ടൽ വർക്ക് ഇതിൻ്റെ LCM ആയിട്ട് നമുക്ക് എടുക്കാം.
16, 36, 48. LCM എത്ര വരിക? LCM നമുക്ക് 144 എന്ന് കിട്ടും. 16, 9, 144. പിന്നെ ഇവിടെ 36, 4, 48, 3. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? മൊത്തം വർക്ക് 144 ഇവര് എയുടെ എഫിഷ്യൻസി 9 യൂണിറ്റ് വർക്ക് ചെയ്യും. എന്താണ്? 9 യൂണിറ്റ് വർക്ക് ചെയ്താൽ ഒരു ദിവസം എ മാത്രം 9 യൂണിറ്റ് വർക്ക് ചെയ്യും. 2 ദിവസം ആകുമ്പോൾ 9 + 9, 3 ദിവസം ആകുമ്പോൾ 9 + 9 + 9, അങ്ങനെ 16 × 9 അല്ലേ? 144 യൂണിറ്റ് വർക്ക് ചെയ്ത് തീർക്കും. ബിയോ ഒരു ദിവസം 4 യൂണിറ്റേ ചെയ്യത്തുള്ളൂ. 4 + 4 + 4 + 4 + 4 അങ്ങനെ എത്ര നാലുകളുണ്ട്? 36 നാലുകളുണ്ട്. ഇറ്റ് ഈസ് എ റിപ്പീറ്റഡ് അഡീഷൻ. അതെന്താണ്? 36 × 4 144 യൂണിറ്റ് വർക്ക് ചെയ്യും. ഇവിടെ സി എന്ന് പറയുന്നത് ഒരു ദിവസം 3 യൂണിറ്റ് വർക്കേ ചെയ്യത്തുള്ളൂ. അപ്പോൾ 3 + 3 + 3 അങ്ങനെ 48 ദിവസം എടുത്തിട്ട് 48 × 3 144 യൂണിറ്റ് വർക്ക് ചെയ്തു തീർക്കും. ഇത് ക്ലിയർ അല്ലേ? സംഭവിച്ചു. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത്, നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. എന്താണ് ഡയഗ്രാം? നമ്മൾ നേരത്തെ ചെയ്യുന്ന മാതിരി തന്നെ ഇത് ഇങ്ങനെ കാണാം. ഇവിടെ ആദ്യം 4 ദിവസം, പിന്നെ 5 ദിവസം. ഇവിടെ തുടങ്ങുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? എ, ബി, സി. തുടങ്ങുമ്പോൾ ആരുണ്ടായിരുന്നു? എയും ബിയും സിയും ഉണ്ടായിരുന്നു. അവരെത്ര ദിവസം വർക്ക് ചെയ്തു? 4 ദിവസം. പിന്നെ 4 ദിവസം കഴിഞ്ഞപ്പോൾ ആര് പോയി? എ പോയി. അപ്പോൾ ബാക്കി എത്ര പേരുണ്ട്? എനെ വെട്ടിക്കളഞ്ഞു നമ്മളെ. പിന്നെ ബി. അപ്പോൾ ഇവിടെ വർക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയാണുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പോൾ തുടങ്ങുമ്പോൾ എയും ബിയും സിയും കൂടിയാണ് വർക്ക് തുടങ്ങി. അങ്ങനെ വർക്ക് തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി. പിന്നെ ബിയും സിയും കൂടി വർക്ക് തുടർന്നു. അത് കഴിഞ്ഞിട്ട് തുടരുമ്പോൾ നമ്മൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ ആര് പോയി? ബി പോയി. അപ്പോൾ ഇവിടെ ബിയും സിയും ഉണ്ടോ? ഇല്ല, ബി പോയി. ഇനി ബാക്കിയുള്ള റിമൈനിങ് വർക്ക്, ഈ വർക്കില്ലേ, അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടെ വരെയുള്ള വർക്ക്, ഇത് സി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. 4 ദിവസത്തെ വർക്ക് 4 ഡേയ്സ് വർക്ക്. 4 ഡേയ്സ് വർക്ക് എത്രയാണ്? ഒരു ദിവസം എ മാത്രം 9, ബി 4, 13. അപ്പോൾ 9, 4, 13, 3, 16 അല്ലേ? 9, 4, 13, 3, 16 അല്ലേ? അപ്പോൾ എയും ബിയും സിയും കൂടിയിട്ട് എത്ര വർക്ക് ചെയ്തു? 4 × എന്റെ എഫിഷ്യൻസി പ്ലസ് ബിന്റെ എഫിഷ്യൻസി പ്ലസ് സിന്റെ എഫിഷ്യൻസി. 9, 3, 12, 4, 16. 16, 4, 64 യൂണിറ്റ് വർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി 5 ദിവസം ചെയ്ത വർക്ക് 5 ഡേയ്സ് വർക്ക്. അവിടെ ആരൊക്കെയുണ്ട്? 5 ഡേയ്സ് വർക്കിൽ ബിയും സിയും മാത്രമേ ഉള്ളൂ അല്ലേ? ഈ 4 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി. ബാക്കി ഈ കഷ്ണം, ഈ വർക്ക് ചെയ്യാനായിട്ട് ബിയും സിയും കൂടിയേ ഉള്ളൂ. അപ്പൊ എത്ര ദിവസമാണ് വർക്ക് ചെയ്തത്? 5 ദിവസം. ബിന്റെ എഫിഷ്യൻസി പ്ലസ് സിന്റെ എഫിഷ്യൻസി 4, 3, 7. അപ്പൊ എത്രയാണ്? 7, 5, 35. അപ്പോ 5, 4, 9 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്തു? 99 യൂണിറ്റ് വർക്ക് ചെയ്തു. ബാലൻസ് വർക്ക് അല്ലേ? ബാലൻസ് വർക്ക് എത്രയാ? ബാലൻസ് വർക്ക് 144 മൈനസ് 99 അല്ലേ? അപ്പൊ 45 യൂണിറ്റ് എന്ന് കിട്ടും. എത്രയാണ്? 45 യൂണിറ്റ് വർക്കിന് ബാക്കിയുണ്ട്. ആർ യു ഫോളോയിങ്? മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഇവിടെ എയും ബിയും സിയും കൂടി മൊത്തമുള്ളവരുടെ എഫിഷ്യൻസി 9, 4, 13, 3, 16. 16 വീതം 3 പേര് ഒരുമിച്ച് ചെന്നാൽ, ഒരുമിച്ച് വർക്ക് ചെയ്താൽ 16 യൂണിറ്റ് വർക്ക് തീരും. ഇപ്പൊ 16 + 16 + 16 + 16 അതാണ് 4 × 16 64 യൂണിറ്റ് വർക്ക് തീർന്നു. പിന്നെ ബിയും സിയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ബിന്റെയും സിയുടെയും എഫിഷ്യൻസി 4 + 3 7. അങ്ങനെ 7 യൂണിറ്റ്. 2 പേരും കൂടി ഒരു ദിവസം 7 യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ എത്ര ദിവസം അവർ ചെയ്തു? അവിടെ എഴുതിയിട്ടുണ്ട്. 5 ദിവസം കഴിഞ്ഞപ്പോഴാ
ബിയും പോയി. അപ്പോൾ 5 × 7 35. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇതുവരെ കേട്ടോ, മനസ്സിലായില്ലേ? ഇവിടുന്ന് തൊട്ട് ഇതുവരെ 99 യൂണിറ്റ് വർക്ക് ചെയ്തു, ബാക്കി 45 യൂണിറ്റ് വർക്ക് ഉണ്ട് അല്ലേ? അതായത് ഇവിടെ 45 യൂണിറ്റ് വർക്ക് ഉണ്ട്. ഈ 45 യൂണിറ്റ് സി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ സി അലോൺ ഹൗ മെനി ഡേയ്സ്? എത്രയാണ്? 45 ആണ് ബാലൻസ് വർക്ക്. അതുകൊണ്ട് സിയുടെ എഫിഷ്യൻസിയെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര വരിക? 3 ആണ് സിന്റെ എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് 15 ദിവസം എന്ന്. ഇത് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ഉത്തരം എത്ര കിട്ടിയത്? 15 ദിവസം. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് എളുപ്പക്കുറവൊന്നുമില്ല, ഇതാണ് ശരിയായിട്ടുള്ള മെത്തേഡ്. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടിയത്? ആൻസർ 15 ദിവസം. ഇവിടെ നോക്കൂ, ഇവിടെ എഫിഷ്യൻസി 9 ആണ് അല്ലേ? 9 ആണ് എഫിഷ്യൻസി. ഇവിടെ ആദ്യത്തെ എ ബി സി എത്ര ദിവസം ജോലി ചെയ്തു? 4 ദിവസം ജോലി ചെയ്തു അല്ലേ? ബിയും സിയും എത്ര ദിവസം ജോലി ചെയ്തു? 5 ദിവസം ജോലി ചെയ്തു. ഇവിടെ നോക്കൂ, ഇതിൽ എ എത്ര ദിവസം ജോലി ചെയ്തു? 4 ദിവസം. കറക്റ്റ്. എ ആദ്യത്തെ സ്പെല്ലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4 ദിവസം കഴിഞ്ഞപ്പോൾ എ പോയി. അപ്പോൾ എ ചെയ്ത ജോലി എത്രയാ? ഒരു ദിവസം 9 യൂണിറ്റ്. അപ്പോൾ ഇവിടെ 9 × 4 36 യൂണിറ്റ് ജോലി ചെയ്തു അല്ലേ? ബി എത്ര യൂണിറ്റ് ജോലി ചെയ്തു? ബി ആകെ ഇവിടെയുണ്ട് ബി, ഇവിടെ 4 ദിവസമുണ്ട്, ഇവിടെ 5 ദിവസമുണ്ട്, 9 ദിവസം ജോലി ചെയ്തു. എത്ര വെച്ച്? ഒരു ദിവസം ബിയുടെ എഫിഷ്യൻസി 4 യൂണിറ്റ് അല്ലേ? അപ്പോൾ 9 × 4 ഇവിടെയും ബി 2 സ്പെല്ലായിട്ട് 36 യൂണിറ്റ് ജോലി ചെയ്തു. ഇവിടെ നോക്കൂ, ആകെയുള്ള ജോലി എത്രയാ? 144. 144ന്റെ എത്രയാണ് 36? 25% ആണ്. അതായത് 4/1 അല്ലെങ്കിൽ 1/4 ഭാഗമാണ്. ഇതും 25% അല്ലെങ്കിൽ 1/4 ബാക്കി എത്ര ശതമാനം ഉണ്ട്? 50%. ഈ 50% ആരാ ചെയ്തത്? സി തന്നെയാണ് ചെയ്തത്. ഇവിടെ നോക്കൂ, 50% സി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ 4 ദിവസം, ഇവിടെ 5 ദിവസം, പിന്നെ അവസാനത്തെ സ്പെല്ലും കൂടിയാണ്. നമ്മുടെ ചോദ്യം അവസാനത്തെ സ്പെല്ലിൽ എത്ര ദിവസം എടുത്തു എന്നാണ്. ഇവിടെ നോക്കൂ, ഇവിടെ മുഴുവൻ ജോലി ചെയ്യാനായിട്ട് സിക്ക് എത്ര ദിവസം വേണം? 48 ദിവസം വേണം. അപ്പോൾ 50% ജോലി ചെയ്യാൻ, മുഴുവൻ ജോലി എന്ന് പറഞ്ഞാൽ 100% ജോലി ചെയ്യാനായിട്ട് സിക്ക് 48 ദിവസം വേണം. അപ്പോൾ 50% ജോലി ചെയ്യാനായിട്ട് എന്ത് മതി? 48ന്റെ പകുതി, 48 × 1/2, അതായത് 24 ദിവസം മതി. ഓക്കെ. അതിൽ ആദ്യത്തെ സ്പെല്ലിൽ സി 4 ദിവസം ജോലി ചെയ്തു, രണ്ടാമത്തെ സ്പെല്ലിൽ 5 ദിവസം ജോലി ചെയ്തു. അപ്പോൾ 9 ദിവസം ഓൾറെഡി ജോലി ചെയ്ത് കഴിഞ്ഞു. മൊത്തം സിക്ക് 50% ജോലിയാണ് ചെയ്യണേ. മുഴുവൻ ജോലി ചെയ്യാനായിട്ട് സിക്ക് 48 ദിവസം വേണം. അപ്പോൾ 50% ജോലി ചെയ്യാനായിട്ട് അതിൻ്റെ പകുതി സമയം മതി, അതായത് 24 ദിവസം മതി. അതിൽ സി എയും ബിയും സിയും കൂടി ചേർന്ന് 4 ദിവസം. അപ്പോൾ അവിടെ 4 ദിവസം സി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ബിയും സിയും കൂടി ഒരു 5 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 9 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള റിമൈനിങ് വർക്ക് ചെയ്യാനായിട്ട് സി ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കുന്നതാണ് ചോദ്യം. അപ്പോൾ മൊത്തം 50% ഓഫ് ജോലി ചെയ്യാനായിട്ട് 24 ദിവസമാണ്. അതിലെ കുറയ്ക്കണം. ഓൾറെഡി ചെയ്ത ജോലി എത്രയാ? 4 + 5 കുറയ്ക്കുക. അതായത് 24 നിന്ന് ആദ്യത്തെ സ്പെല്ലിൽ 4ഉം രണ്ടാമത്തെ സ്പെല്ലിൽ 5ഉം, അപ്പോൾ 9 കുറയ്ക്കുക. അപ്പോൾ റിമൈനിങ് വർക്ക് ചെയ്യാനായിട്ട് 15 ദിവസം എന്ന് കിട്ടും. ഇത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതാണ് എളുപ്പം അല്ലെങ്കിൽ ഏതാണ് മനസ്സിലാക്കുക. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മൊത്തമുള്ള 144 36 എന്ന് പറയുന്നത് 25%. മറ്റേ ബിയും 36 ചെയ്യുന്നത്, അത് 25%. അപ്പോൾ മൊത്തം 50% ജോലി കഴിഞ്ഞു. ബാക്കിയുള്ള 50% സി മാത്രമാണ് ചെയ്യുന്നത്. സി മൊത്തം ജോലി, അതായത് 100% ജോലി ചെയ്യാനായിട്ട് സിക്ക് എത്രയാണ്? 48 ദിവസം വേണം. അപ്പോൾ 50% ജോലി ചെയ്യാനായിട്ട് സിക്ക് 24 ദിവസം വേണം. അപ്പോൾ സി ആദ്യത്തെ സ്പെല്ലിൽ 4 ദിവസവും രണ്ടാമത്തെ സ്പെല്ലിൽ 5 ദിവസവും ജോലി ചെയ്തു. അപ്പോൾ 9 ദിവസം സി ഓൾറെഡി ജോലി ചെയ്ത് കഴിഞ്ഞു. പിന്നെ റിമൈനിങ് വർക്ക് ചെയ്യാനായിട്ട് 24 നിന്ന് ഈ 4ഉം 5ഉം, അതായത് ഓൾറെഡി ചെയ്ത ജോലി കുറയ്ക്കുക. അപ്പോൾ 9 കുറയ്ക്കുമ്പോൾ നമുക്ക്
15 എന്ന് കിട്ടും. നമുക്ക് ഒരു കണക്കും കൂടെ ഈ മോഡലിൽ ചെയ്യാം. ബോർഡിലേക്ക് നോക്കിക്കാൻ, ഇത് 29ാമത്തെ കണക്കാണ്. ഇവിടെ 25% ഫിനിഷ് എ വർക്ക് ഇൻ 16 days. After 4 days, 5% joined with them. In how many days the remaining work will be completed? ഇവിടെ 25 പേര് വെച്ച് ജോലി തുടങ്ങി. അവർക്ക് ഈ ജോലി 16 ദിവസം അങ്ങനെ പോയാൽ തീരും. പക്ഷേ അവർ 4 ദിവസം കഴിഞ്ഞ 16 ദിവസം അവർക്ക് 16 ദിവസത്തേക്കുള്ള ജോലി ഉണ്ട് അവർക്ക്. അപ്പോൾ മൊത്തമുള്ള ജോലി എത്രയാ? 25 ഗുണം 16. ഇവിടെ എന്താ സംഭവിച്ചത്? 4 ദിവസം അവർ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ 5 പേരും കൂടെ വന്നു. അപ്പോൾ 25 + 5 30 പേരായി. അപ്പോൾ മൊത്തമുള്ള 16 ദിവസത്തിൽ ഇനി 12 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ആളുകൾ കൂടിയത് കൊണ്ട് ഇനി ബാക്കിയുള്ള ജോലി ചെയ്യാനായിട്ട് ഈ 30 പേരും കൂടെ ഈ ബാക്കിയുള്ള ജോലി ചെയ്യാനായിട്ട് ഈ 12 ദിവസം എടുക്കുമോ? ഇല്ല, അതിനും കുറവ് മതി. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെയുള്ള എല്ലാ ആളുകളും ഒരേ എഫിഷ്യൻസി ഉള്ളവരാണ്. പുരുഷന്മാരും സ്ത്രീകളും അല്ലെങ്കിൽ കുട്ടികളും ആയാൽ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ 5 പുരുഷന്മാരും കൂടി വന്നു എന്ന് പറഞ്ഞാൽ ഈ 25 പേരുടെ എഫിഷ്യൻസി തുല്യമാണ്. 30 പേരുടെയും എഫിഷ്യൻസി ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ ഈ കണക്ക് നമുക്ക് ശരിയായിട്ട് ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? 25% ഫിനിഷ് എ വർക്ക് ഇൻ 16 days. After 4 days, 5% joined with them. In how many days the remaining work will be completed? വളരെ എളുപ്പമാണ്. എന്താണ് നമുക്ക് മൊത്തമുള്ള വർക്ക് എന്താണ്? ഒരു വർക്ക് 25 ആളുകൾ, എത്രയാണ്? 25 ആളുകൾ 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും, അല്ലേ? അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാ? ടോട്ടൽ വർക്ക് 25 ആളുകൾ 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പോൾ 25 ഗുണം 16, 25 × 4 100. അപ്പോൾ 4 100 400, അല്ലേ? 400 യൂണിറ്റ് വർക്ക് ഉണ്ട്. അതിൽ 4 ദിവസം ഇവർ ജോലി ചെയ്തു. അപ്പോൾ 25 പേര് 4 ദിവസം ജോലി ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എഫിഷ്യൻസി ഓരോ യൂണിറ്റാന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ 4, അപ്പോൾ 25 × 4, അപ്പോൾ എത്ര യൂണിറ്റ് ജോലി ചെയ്തു? 100 യൂണിറ്റ് ജോലി ചെയ്തു. മൊത്തമുള്ള ജോലി 400 യൂണിറ്റാണ്. 25 പേര്, 25 പുരുഷന്മാരെ അല്ലെങ്കിൽ 25 ആളുകൾ 16 ദിവസം കൊണ്ട് ചെയ്യാനുള്ള ഒരു ജോലിയാണ്. അപ്പോൾ മൊത്തം ജോലി നമുക്ക് 25 ഗുണം 16 400 എന്ന് കിട്ടി. അതിൽ ഈ 16 ദിവസം അവർ ജോലി ചെയ്യുന്നതിന് മുന്നേ എന്തുണ്ടായി? 4 ദിവസം കഴിഞ്ഞപ്പോൾ 5 പേരും കൂടെ വന്നു. അപ്പോൾ 25 ഗുണം 4, അവർ എത്ര 4 ദിവസം കൊണ്ട് അവർ എത്ര യൂണിറ്റ് ജോലി ചെയ്ത് തീർത്തു? എത്രയാ? 25 ഗുണം 4. അപ്പോൾ ബാലൻസ് എത്രയാ? അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 300 യൂണിറ്റ് ജോലിയാണ്. അപ്പോൾ ഈ 25 ആളുകൾ എന്നുള്ളത് എത്രയായി? 25 + 5 30 ആളുകളായി. ഈ 30 പേരുടെയും എഫിഷ്യൻസി ഈക്വലാണ്. ടോട്ടൽ വർക്ക് എത്രയാ? 300 യൂണിറ്റ്. അപ്പോൾ ഇവിടെ 30 പേരുണ്ട്. അപ്പോൾ എത്ര ദിവസം എടുക്കും? ടൈം അല്ലെങ്കിൽ 300 / 30. അപ്പോൾ ബാലൻസ് വർക്ക് 300 ആണ്. അത് ചെയ്യാനായിട്ട് ആളുകൾ 30 പേരുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ടൈം എന്താണ്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺസ്, അല്ലേ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഴ്സൺസ്. അല്ലെങ്കിൽ ഇവിടെ 30 ആണ് അവരുടെ എഫിഷ്യൻസി, അങ്ങനെയും കൂട്ടാം, അല്ലേ? ഒരാൾക്ക് ഒരു എഫിഷ്യൻസി എന്ന് വെച്ച് കൂട്ടുക. അപ്പോൾ 30. അപ്പോൾ എത്രയാ? 10 ദിവസം കൊണ്ട് ബാക്കിയുള്ള വർക്ക് അവർക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവർ എത്ര ദിവസം എടുത്തേനെ? 4 കഴിച്ച് മൊത്തം 16 അല്ലേ? 12 ദിവസം എടുക്കുമായിരുന്നു. 12 ദിവസം എടുക്കുന്നതിന് പകരം അവർക്ക് 10 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചു. കാരണം എന്താണ്? കാരണം 5 പേരും കൂടെ പുതുതായിട്ട് അവരുടെ ഗ്രൂപ്പിൽ വന്നു. അതുകൊണ്ട് അവർക്ക് 2 ദിവസം നേരത്തെ ജോലി ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമ്മൾ വേറൊരു മെത്തേഡായിട്ട് വരികയാണ്. ഓർ അല്ലെങ്കിൽ ആൻഡ് എന്നുള്ള മെത്തേഡിൽ. അതായത് 4 പുരുഷന്മാരോ 5 സ്ത്രീകളോ ഒരു ജോലി ഇത്ര സമയം കൊണ്ട്, അപ്പോൾ ജോലിയുടെ സമയം ഇത്ര ദിവസം ക്ലിയർ ആയിരിക്കും, സമയമായിരിക്കും. അല്ലെങ്കിൽ ആൻഡ് അങ്ങനെയുള്ള കുറച്ചുകൂടെ ഡിഫിക്കൽട്ടല്ല, അത് കുറച്ചുകൂടെ ഒരു മെത്തേഡായിട്ട് വേറൊരു പാറ്റേണിലുള്ള കണക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു.